ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ കുമ്മാട്ടിയാണ്, അമ്മമ്മയുടെ അവിടെ പുതുശ്ശേരി കുമ്മാട്ടി. അപ്പോൾ ഞങ്ങളത് അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പായസം വെക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. പിന്നെ ഉച്ചയ്ക്ക് കുമ്മാട്ടി ഓടലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഗൈസ്, അപ്പം ഞങ്ങളങ്ങനെ അമ്പലം എത്തിയിട്ടോ. എല്ലാവരും പായസം വെച്ച് കഴിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് പഞ്ചവാദ്യവും കൊട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ വർഷമാണ്, ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഈ കൊട്ട് ഉള്ളത് പായസം വെക്കുമ്പോൾ. ഇല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാവാറില്ല. പിന്നെ അങ്ങനെ ഇത് എല്ലാവരും പായസം വെച്ച് കഴിഞ്ഞു. എല്ലാവരുടെ അടുപ്പ് ഇത്. പിന്നെ ഇത് ജ്യോതിമായും അമ്മമ്മയും അവർ ലേറ്റായിട്ടാണ് വന്നത്. അവർ എപ്പോഴും കറക്റ്റ് സമയത്തേ വരുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ ഇതേ അവർ രണ്ടുപേരും പായസം വയ്ക്കുമായിരുന്നു. പിന്നെ അമ്മയും ദക്ഷയും കൂടി ഇതേ വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടി തൊഴുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ അമ്പലത്തിൻ്റെ ഉമ്മറത്തോട്ട് വന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ ഉമ്മറൊക്കെ അടിപൊളിയായി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. കഴിഞ്ഞ വർഷം ഇതേപോലെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ ഇത് അവരെല്ലാവരും പായസം വെച്ച് കഴിഞ്ഞ് എല്ലാവരും നിൽക്കുമായിരുന്നു. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് ദൈവം നീരാടി വരും. അപ്പോൾ ദൈവം നീരാടി വന്ന് കഴിഞ്ഞിട്ടേ പൂജ കഴിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് ഇപ്പോൾ ദൈവം നീരാടി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ ദൈവം നീരാടി വന്നു, ദേവി നീരാടി വന്നു. അപ്പോൾ അതെല്ലാവരും തേങ്ങയൊക്കെ പൊട്ടിച്ച് അങ്ങനെ പൂജ കഴിക്കുന്നുണ്ട്. അമ്മമ്മയും ജ്യോതിയമ്മയും ലൈറ്റായി വന്നുകൊണ്ട് അവർക്ക് വെയിലത്താണ് കേട്ടോ സീറ്റ് കിട്ടിയത് ഗൈസ് നിൽക്കാൻ. അപ്പോൾ വെയിൽ കൊണ്ട് ജ്യോതിയമ്മയുടെ ഇലയൊക്കെ വാടിപ്പോയി. ഗൈസ്, അപ്പോൾ കർപ്പൂരമൊക്കെ കൊളുത്തി പൂജ കഴിച്ച് കഴിഞ്ഞു എല്ലാവരും. ഇനി അപ്പോൾ ഉച്ചയ്ക്കുള്ള വിശേഷങ്ങളാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളത് ഉച്ചയ്ക്ക് കുമ്മാട്ടി ഓടുന്നത് കാണാൻ പോവാണ്. ഞാനും അമ്മയും ദക്ഷയും കൂടെയാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഇനി അമ്പലത്തിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഗൈസ്. അപ്പോൾ അങ്ങനെ ഇതേ അമ്പലം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അമ്പലത്തിൽ ചെന്നത് കുമ്മാട്ടി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഇതേ ഗൈസ് കുമ്മാട്ടി ഓടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ പോലെ ഇതേ കുമ്മാട്ടി അങ്ങനെ ഓടാൻ തുടങ്ങി. ഗൈസ്, അപ്പോൾ ഇത് പുതുശ്ശേരി അമ്മയുടെ കുമ്മാട്ടിയാണ്. പിന്നെ വേറേത് പുതുക്കുളങ്ങര ഭഗവതിയുടെ കുമ്മാട്ടി, അതായത് ചെറിയ അമ്പലത്തിലെയും വലിയ അമ്പലത്തിലെയാണ്. ഇതാണ് അവരുടെ മൂലസ്ഥാനം. അപ്പോൾ ഇത് രണ്ട് കൂട്ടരും കൂടി ഇവിടെ വന്ന് സംഗമിക്കും. ഇവർ രണ്ട് കൂട്ടരും കൂടി ഇവിടെ നിന്ന് ആർപ്പൂ വിളിച്ചിട്ട് രണ്ടുപേരും രണ്ട് കൂട്ടരും കൂടി പിരിയും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി വൈകിട്ടത്തെ വിശേഷങ്ങൾ കാണാം ഗൈസ്. അപ്പോൾ അങ്ങനെ ഇത് അമ്പലത്തിൽ കുമ്മാട്ടി ഓടിക്കഴിഞ്ഞതിന് ശേഷം എല്ലാ വീട്ടിലോട്ടും കുമ്മാട്ടി കെട്ടി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ഞങ്ങളുടെ വീട്ടിലോട്ടും വന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ ഉമ്മറത്ത് കൂടി ബാൻഡ് സെറ്റ് പോകുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇത് വടക്കേത്തറ ടീമിൻ്റെയാണ് കേട്ടോ ബാൻഡ് സെറ്റ്. എല്ലാ വർഷവും തമ്പോലമായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം മാത്രം ഒന്ന് വെറൈറ്റി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ബാൻഡ് സെറ്റ് ആയിരുന്നു. പിന്നെ ഇത് ഉമ്മറത്തെ ഇതായിരുന്നു കുമ്മാട്ടിക്ക് ഡ്രസ് കോഡ്, വടക്കേത്തറ ടീംസ് ഗൈസ്. അപ്പോൾ ഉമ്മറത്തെ ഡാൻസ് കളിച്ചിട്ട് കുറേ ഏട്ടന്മാരും പിന്നെ മാമയൊക്കെ പോകുന്നുണ്ടായിരുന്നു ഗൈസ്. ഗൈസ്, പിന്നെ വൈകിട്ടായപ്പോൾ ഞാനും ജ്യോതിയമ്മയും കൂടി ഇത് അമ്പലത്തിലോട്ട് വന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു. പിന്നെ അങ്ങനെ ഇത് അമ്പലത്തിൽ ആലുമരത്തിൽ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. നല്ല അടിപൊളിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതേ അങ്ങനെ വെയിലൊക്കെ വന്നു. ഇത് പഞ്ചവാദ്യവും ഒക്കെ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഇത് അങ്ങനെ ആന വരുന്നുണ്ട്. ഗൈസ്, അങ്ങനെ ഇത് ആന വന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത വേലയ്ക്ക് ഇത് അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വരും.
ഗൈസ് പിന്നെ അങ്ങനെ ഇത് വേഷം ഉണ്ടായിരുന്നു, തെയ്യം അല്ല ഇതിനെ പറയുക, ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മൊത്തം 5 എണ്ണം ഉണ്ടായിരുന്നു ഈ സാധനം. ഗൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.